വീണ്ടും ശ്രീ പോരോ എന്നാണ് ചോദ്യം. സ്മൃതി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുത്തിപ്പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വിജയവും പരാജയവും ഒന്നുമല്ല എന്ന് പറയുന്നു. അതിനുശേഷം വളരെ രൂക്ഷമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു: ഇനി ഈ SSKയുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ള പൈസ കിട്ടിയില്ലെങ്കിൽ എന്നെ ഉത്തരവാദിയാക്കരുത് എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം അവരെടുത്തോളം എന്ന് പറഞ്ഞാൽ CPI ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് തന്നെയാണ്. അതിന് ബിനോയ് വിശ്വം മറുപടിയും നൽകി. വീണ്ടും ശ്രീ പോരോ തന്നെയാണ് അതാണ് പറഞ്ഞത്. ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി പറയുന്നു SSK ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് തനിക്കല്ല എന്ന് പറഞ്ഞാൽ വേറെ ആർക്കോ ആണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അതിനെ എതിർത്ത PM ശ്രീയിൽ ഒപ്പിടുന്നതിനെ എതിർത്ത CPIക്കാണ് ഉത്തരവാദിത്വം. അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ ബിനോയ് വിശ്വത്തിനാണ് അതിന് ഉത്തരവാദിത്വം. ഇതാണ് ശിവൻകുട്ടി പറയുന്നത്. പിന്നീട് നമുക്കറിയാം ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട കരാർ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. PM ശ്രീ അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു കാര്യമല്ല എന്ന രൂപത്തിലും അദ്ദേഹം പ്രതികരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ ഇന്നലെയാണ് കത്തയക്കുന്നത്. അപ്പോൾ കത്തുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വത്തോട് ചോദിക്കുമ്പോഴാണ് ഇടതു നയത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇടതു നയത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ എന്തിനാണ് ശിവൻകുട്ടിക്ക് അത് CPIയുടെ വിജയമായി മാത്രം തോന്നുന്നത്? ഇടതു നയമല്ലേ വിജയിച്ചത്? ഇടതു നയത്തിൽ CPM CPI ഉണ്ടല്ലോ. അപ്പോൾ ഇടതു നയം CPI മാത്രം കൊണ്ടു നടക്കുന്നതുകൊണ്ടാണോ CPMന് അതിൽ രോഷമുണ്ടായത്? അപ്പോൾ ഇടതു നയം വിജയിച്ചു എന്ന് പറയുമ്പോൾ ഇത് ആരുടെയും വിജയവും പരാജയവുമായി കാണേണ്ടതില്ല എന്നാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. ശിവൻകുട്ടി പല കാര്യങ്ങളിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് പുരോഗമനപരമായ കാഴ്ചപ്പാട് പല വിഷയങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രായോഗികമായ നടപടിയിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഇതിൽ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചതാണ്, നമ്മൾ ഒരുപാട് ദിവസം ചർച്ച ചെയ്തതാണ്. ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഒപ്പിട്ടു എന്നിടത്താണ് CPI പതിവിന് വിരുദ്ധമായി ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു പ്രതിഷേധം പുറത്തേക്ക് കാണിച്ചത്. ആ പ്രതിഷേധം വിജയം കണ്ടു. അതിനുശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി. അതുമായി ബന്ധപ്പെട്ട് ഒരു സമിതി രൂപീകരിച്ചെന്നും അവരത് പഠിക്കുമെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം കൂടുതൽ പറയിക്കേണ്ടതില്ല എന്നൊരു വാക്കുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ അസ്വസ്ഥത എന്നത് അത് മന്ത്രി ശിവൻകുട്ടിയുടെ മാത്രം അസ്വസ്ഥതയല്ല, CPMൻ്റെ ആകെ അസ്വസ്ഥതയാണ്. CPMൻ്റെ തലപ്പത്തുള്ള പിണറായി വിജയൻ്റെ അസ്വസ്ഥതയുമാണ്. ആ അസ്വസ്ഥതയാണ് ഇന്ന് പിണറായി വിജയൻ്റെ ഡൽഹിയിലെ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ കണ്ടത്. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ PM ശ്രീ ചർച്ച ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എത്ര കാലമായി മാധ്യമപ്രവർത്തനം നടത്തുന്നു എന്ന ചോദ്യം ചോദിക്കേണ്ടതില്ല. അതിൽ മാധ്യമപ്രവർത്തനം നടത്താൻ തുടങ്ങണ്ട. ഒരു മാധ്യമ വിദ്യാർത്ഥിക്കും പത്രം വായിക്കുന്ന ഒരാൾക്കും അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകനും CPMനെ അറിയുന്ന ആൾക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ അറിയുന്ന ആൾക്കും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. കാരണം PM ശ്രീ എന്നുള്ളത് ഇടതു നയത്തിൽ വരുന്ന നയവ്യതിയാനമാണല്ലോ വിഷയം. ഇതിൽ NEPയുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് കൃത്യമായ നിലപാടുണ്ട്, CPMനും കൃത്യമായ നിലപാടുണ്ട്. CPMൻ്റെ ഏറ്റവും ഉയർന്ന ബോഡിയാണ് പോളിറ്റ് ബ്യൂറോ. അവിടെ സർക്കാർ ഒപ്പിടുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതില്ല. പക്ഷേ PM ശ്രീ നയപരമായ വിഷയമായതുകൊണ്ടാണത് കേരളം ചർച്ച ചെയ്തത്. ആ നയപരമായ വിഷയത്തിൽ CPM പിന്നാക്കം പോയി എന്നിടത്ത് അത് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഇത് പാർട്ടി കോൺഗ്രസ് 3 വർഷം കൂടുമ്പോൾ പാർട്ടി കോൺഗ്രസ് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു, പ്രമേയം പാസ്സാക്കുന്നു. അങ്ങനെ പ്രമേയം പാസ്സാക്കിയ ഒരു വിഷയം കൂടിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം. ദേശീയ വിദ്യാഭ്യാസ നയത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണമെന്ന് പറഞ്ഞ നേതാക്കളാണ്. ലേഖനങ്ങളുണ്ട്, പ്രതികരണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ രേഖകളായിട്ടുണ്ട്. അത് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ചർച്ച ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ രോഷം കൊള്ളേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അങ്ങനെ രോഷം കൊള്ളുന്നത് മൊത്തത്തിലുള്ള അസ്വസ്ഥതയാണ്. അത് ആ മാധ്യമപ്രവർത്തനോടുള്ള അസ്വസ്ഥതയല്ല, അത് യഥാർത്ഥത്തിൽ CPIയോടുള്ള അസ്വസ്ഥതയാണ്, ബിനോയ് വിശ്വത്തോടുള്ള അസ്വസ്ഥതയാണ്. ബിനോയ് വിശ്വം എന്ന് പറയുന്നത് അസ്ഥാനത്തുള്ള പ്രതികരണമാണ് ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി നടത്തിയെന്നാണ്. അസ്ഥാനത്ത് എന്ന് പറയുന്നതുകൊണ്ടാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുക്കങ്ങൾക്കിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതാണ്. ആ കത്ത് വൈകിയത് എന്തുകൊണ്ടാണ്? ആ കത്ത് കൊടുക്കാതെ നീട്ടി വെച്ചു. മാധ്യമങ്ങൾ എല്ലാ ദിവസവും കത്ത് പോയില്ല എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവസാനം ഇന്നലെ കത്ത് കൊടുക്കേണ്ടി വന്നു. ആ കത്ത് കൊടുക്കുന്നു എന്നിടത്ത് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇന്ന് മന്ത്രി ശിവൻകുട്ടി കാണിച്ചത്. ഇന്നിപ്പോൾ ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണം കൃത്യമാണ്. നേരത്തെ തന്നെ CPI എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അദ്ദേഹം തുടർന്നും പറയുകയാണ്. ഇതിൽ SSK ഫണ്ട് അത് അവകാശമാണ്, സംസ്ഥാനങ്ങളുടെ അവകാശമാണ്. അത് കിട്ടുന്നില്ല എങ്കിൽ, അത് കേന്ദ്രം നൽകുന്നില്ല എങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഈ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഘട്ടത്തിൽ അതിൽ കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു സാധ്യത പരിശോധിക്കുക പോലും ചെയ്യാതെ ഞങ്ങളിതാ സറണ്ടർ ചെയ്യുന്നു എന്ന രൂപത്തിൽ നിലപാടെടുക്കുന്നതും ഞങ്ങൾ അതിൽ പോരാടുകയാണ് എന്ന നിലപാടെടുക്കുന്നതും രണ്ടാണ്. പോരാടുകയാണ് ഇടതു നയം. അപ്പോൾ ആ ഇടതു നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPI അതിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം, അതിൽ തുടക്കം മുതൽ എടുത്ത നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. കത്ത് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ പ്രായോഗിക വശത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ സുനിൽ പറഞ്ഞ പോലെ പഞ്ചാബിന് നേരത്തെ ഇതിൽ നിന്ന് മാറി നിന്നു. ആദ്യം ഒപ്പിട്ടു. ആദ്യം ഒപ്പിട്ടു, പിന്നീട് മാറി നിന്നു, SSK ഫണ്ട് മുടങ്ങി, പിന്നെ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ പിന്നെ വീണ്ടും ഒപ്പിട്ടു.
അതെ, അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ ഫണ്ട് നൽകാതെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു രീതിയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും അതുണ്ടാകാനുള്ള സാധ്യത അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന രേഖകളിലുള്ള കാര്യങ്ങളെല്ലാം പോലെ തന്നെ PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കേരളത്തിന് അങ്ങനെ പിന്നാക്കം പോകാൻ പറ്റുമോ? പഞ്ചാബ് പോയിട്ട് പിന്നെ തിരിച്ചു വരേണ്ടി വന്നല്ലോ. സമ്മർദ്ദമുണ്ടായി. സമ്മർദ്ദം എങ്ങനെ ഉണ്ടായി? കേന്ദ്ര സമ്മർദ്ദം ചെലുത്തി. കേന്ദ്രത്തിന് സമ്മർദ്ദമാണ് ഞാൻ പറഞ്ഞത്. അതെ, പൈസ വേണം എന്ന് പറയുമ്പോൾ നിലപാട് അടിയറ വെച്ചിട്ടാണോ പൈസ വേണ്ടത്? ആ പൈസ വാങ്ങുന്നതിൽ കോടതിയിലേക്ക് പോകാമോ എന്നൊരു സാധ്യത ആരായേണ്ടതുണ്ടോ എന്നുകൂടി ചോദിക്കാൻ വേണ്ടത്. ആ സാധ്യത ആരാഞ്ഞതിന് ശേഷമാണ് സറണ്ടർ ചെയ്യുന്നതെങ്കിൽ ശരി, മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു കോടതിയിലേക്ക് പോയി അത് നടന്നില്ല, ഞങ്ങൾ പരിശ്രമിച്ചു, ഞങ്ങൾ യുദ്ധം ചെയ്തു, ആ യുദ്ധത്തിൽ ഞങ്ങൾ പോരാടി തോറ്റാണെന്ന് പറയും. ഇത് ആദ്യം തന്നെ അടിയറ വെക്കുകയാണല്ലോ. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കാര്യത്തിൽ ആദ്യം കേസ് പോവാ. അത് ശരി. അപ്പൊ തമിഴ്നാട് തമിഴ്നാട് PM ശ്രീയുടെ കാര്യത്തിൽ എന്താ നിലപാട്? PM ശ്രീയുടെ വിഷയത്തിലല്ല പോയത്. തമിഴ്നാട് പോയത് ഇതില്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കോടതിയിൽ PM ശ്രീയുടെ കാര്യത്തിൽ തമിഴ്നാടിന്റെ നിലപാടെന്ന് പറയും. കോടതിയിൽ പോയതല്ല PM ശ്രീയുടെ കാര്യത്തിൽ തമിഴ്നാട് നിലപാടെന്ന് പറയും. PM ശ്രീയുടെ കാര്യത്തിൽ കോടതി പോയിട്ടില്ല. കോടതി പോയത് ആ വിഷയത്തിൽ നിലപാടെന്താണ്? PM ശ്രീയുടെ കാര്യത്തിൽ നിലപാടെന്താണ്? ദ്വിഭാഷാ വിഷയത്തിൽ മാത്രമേ ഞങ്ങൾക്ക് എതിർപ്പുള്ളൂ. അതാണ് നിലപാട്. ദ്വിഭാഷാ വിഷയത്തിൽ മാത്രമേ ഞങ്ങൾക്ക് തമിഴ്നാടിന്റെ വിഷയത്തിൽ എതിർപ്പുള്ളൂ. പക്ഷേ കോടതി പോയ കേസ് അതല്ല. കോടതി പോയത് റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് CBSE സ്കൂളുകളിൽ ഫീസ് കൊടുക്കാൻ 60% ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്ക് ഫീസ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ പൈസ SSK ആണ് ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി എന്നുള്ളത് കൊണ്ട് SST, അതായത് സർവശിക്ഷാ അഭിയാൻ വഴി കൊടുക്കണം. ആ പണം കൊടുത്തില്ല. അതിന് സുപ്രീം കോടതി പോയി. അത് റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. PMC റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഭാഗമല്ലേ? അല്ല, ഇവിടെ അത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണ് എന്നാണ് കത്ത് കൊടുത്തിരിക്കുന്നത് റഹീമിന്. അതാണ് ഇതിനകത്ത് വിഷയം. അതാണെന്നേ. ഇത് രണ്ടും രണ്ടാ. തമിഴ്നാട് കേസ് പോയിരിക്കുന്നത് PMC വിഷയത്തിലല്ല. തമിഴ്നാട് കേന്ദ്രവുമായി ബന്ധപ്പെട്ട സാങ്കേതികമായി ഏത് കാര്യത്തിൽ കേസ് പോയി എന്ന് പറയാം. പക്ഷേ PM ശ്രീയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് നിലപാടുണ്ടെന്നേ. നിലപാടെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇനി തമിഴ്നാട് നിലപാടെടുത്താലും ഇല്ലെങ്കിലും കേരളത്തിനൊരു നിലപാടുണ്ടായിരുന്നല്ലോ. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് കേരളത്തിനൊരു നിലപാടുണ്ട്. അതിൽ വെള്ളം ചേർക്കുന്ന നിലപാടിലേക്ക് പോയി എന്ന് പറയുന്നത് നമ്മളാരുമല്ല, CPI ആണ്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് പറഞ്ഞത്. ആ നിലപാടിനെയാണ് തിരുത്തിക്കാൻ CPI ശ്രമിച്ചത്. അതിലിപ്പോൾ കത്തുപോയിരിക്കുന്നു. ഇനി അങ്ങോട്ട് പ്രായോഗികമായി ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇനി അതിന് കേന്ദ്രത്തിന്റെ നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു നിലപാട് പുറത്തേക്ക് എടുത്തിരിക്കുന്നത് CPI ആണ്. Meet the editors.